Hello, welcome back to Learning Know. KTU 2019 സ്കീം S4 EC സ്റ്റുഡൻസിനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നിങ്ങൾക്ക് S4ന്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ S4ൽ കയറി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോർ പേപ്പറാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. ഇനി ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ എവിടേക്കൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് ഒക്കെ പോകുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഒരുപാട് പേർക്ക് സപ്ലൈ വരുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഒത്തിരി പേര് ഈ പറഞ്ഞതുപോലെ 15 സ്കീമിലാണെങ്കിലും 19 സ്കീമിലൊക്കെ ആണെങ്കിലും ഈ ഒരു പേപ്പർ മാത്രം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രം ദ ബിഗിനിങ് മൊഡ്യൂൾ 1 മുതൽക്ക് തന്നെ വളരെ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ടാണ് ഇത് പഠിക്കുന്നത്. ഫസ്റ്റ് എലിമെന്ററി സിഗ്നൽസിന്റെ ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. മാത്രമല്ല മാത്സുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ മാത്സിന്റെ ബേസ് ക്ലിയർ ആയവർക്ക് മാത്രമേ ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഓക്കെ, കാരണം ഇതിനകത്ത് ട്രാൻസ്ഫോംസ് വരുന്നുണ്ട്, ഫോറിയർ ട്രാൻസ്ഫോം വരുന്നുണ്ട്, ഇസഡ് ട്രാൻസ്ഫോം വരുന്നുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ സിഗ്നൽസിലേക്ക് കൊടുക്കുന്നത്. മാത്രമല്ല ഇതില് കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറെ ബൈഹാർട്ട് ചെയ്ത് പോയി പഠിച്ച് എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഓക്കെ, പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. ആ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അറിയണം. ഞാൻ മാത്സിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത് കാരണം ഇതിനകത്ത് അതായത് ഏത് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിലും മാത്സിന്റെ കോൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ തുടക്കം മുതൽ നിങ്ങൾക്ക് എപ്പോൾ ഇതിന്റെ ക്ലാസ് തുടങ്ങുന്നോ ഓരോ ദിവസവും ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം. എക്സാമിന്റെ ടൈമിൽ അല്ലെങ്കിൽ സീരീസ് എക്സാമിന്റെ തലേ ദിവസം പഠിച്ചിട്ട് പോയി എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ അല്ല, അത് ആദ്യമേ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ മോഡ്യൂൾസിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ്, നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു റെക്കോർഡഡ് കോഴ്സ് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കിട്ടും. അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം. അത് കൂടാതെ നമ്മൾ ഒരു ബുക്കും കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം S4 EC KTU 2019 സ്കീം. ഈ ഒരു ബുക്കില് നമുക്ക് എല്ലാ മോഡ്യൂൾസിന്റെയും കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വിത്ത് ഓരോ മോഡ്യൂള് കഴിയുമ്പോഴും അതിന്റെ സോൾവ്ഡ് പ്രോബ്ലംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഏറ്റവും ലാസ്റ്റ് അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലുള്ള കുറേ ക്വസ്റ്റ്യൻസിന്റെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹാൻഡ് റിട്ടൺ നോട്ട്സും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്കൊരു നല്ലൊരു മെറ്റീരിയൽ ആയിട്ട്, അതായത് പഠിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ലെക്ചർ നോട്ട് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് യൂസ്ഫുൾ ആവും. സോ ഈ ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. നമ്മൾ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് വാട്സപ്പ് ചെയ്യാം. കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ലേണിനോ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലേണിനോ ആപ്പിൽ കയറി നമുക്ക് കോഴ്സിലും ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറയാനുള്ള ഒരു കാരണം കുറേ പേര് ബുദ്ധിമുട്ടുന്ന ഒരു സബ്ജക്റ്റാണ്. നമുക്ക് ട്യൂഷനൊക്കെ വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് നമുക്ക് പഠിപ്പിക്കേണ്ടി വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ബേസിക്സ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചില സബ്ജക്റ്റ് 1-2 മോഡ്യൂൾസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ പോകും. പക്ഷെ ഇവിടെ ഓരോ മോഡ്യൂൾസും കണക്റ്റഡ് ആണ്. ഓരോ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ അറിയാതെ നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കണക്ഷനും കൂടെ വരുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ മോഡ്യൂളും നന്നായിട്ട് തന്നെ പഠിക്കണം. പ്രോബ്ലംസ് ആണ് ചോദിക്കുക എന്നുള്ളത് കൊണ്ട് കുറെ എന്തെങ്കിലും ബൈഹാർട്ട് ചെയ്ത് പോയി എഴുതാനും പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഒരു കോർ പേപ്പറാണ്. സപ്ലി വരാതെ നോക്കാൻ, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ആദ്യം മുതലേ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ ലേണിനോയുടെ ഫുൾ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന് മാത്രമല്ല നമ്മൾ വേറെയും ബുക്സും കോഴ്സുകളൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു ദിവസം പറയാം. സോ ലേണിനോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിടെക് സ്റ്റുഡൻസിനുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.